പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടിച്ചോട്ടെ അപ്പൊ ഒരാള് എന്താ നോ കണ്ണാടി ഒന്ന് ഊരാവോ? പരിഷ്കാരി കണ്ണാടി ഒന്ന് ഊരാവോ? അതിനടിയിലൂടെ ഉള്ള നോട്ടം നോക്കി എല്ലാരും. ആ കണ്ണാടി ഒന്ന് ഊരാവോ? ആ നോട്ടമൊക്കെ കണ്ടോ? നിങ്ങളെ നോട്ടമൊക്കെ ഒന്ന് നോക്കിയേ. ഓക്കെ കണ്ണാടി വെച്ചു. ഓക്കെ ശരി. അപ്പൊ നമ്മള് ഇന്ന് കുറെ കാര്യമുണ്ട്. അത് തുടക്കത്തിൽ പറയുന്നില്ല, ഇടയ്ക്ക് പറയാം കേട്ടോ. ഇന്ന് കുഞ്ചൂസിന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു തുടക്കത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവാണ്. അതെ, ഇവിടെ ആരംഭിക്കുകയാണ്. ഇടയ്ക്ക് പറയാം കേട്ടോ, വീഡിയോ ഇടയ്ക്ക് പറയാം. അപ്പം ഇപ്പൊ ഒരാൾ വീണിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അതിന്റെ ആണ് ഒരു ചെറിയ മൂഡ് ഓഫ്. രാവിലെ തൊട്ട് ഇങ്ങനെ തുള്ളി നടത്തമാണ്. അപ്പൊ അതിനിടയ്ക്ക് വീഴും. പിന്നെ അങ്ങനെയാണല്ലോ പിള്ളേര് പഠിക്കുക. പിന്നെ ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖമെല്ലാം മാന്തി വെച്ചേക്കുവാണ് നമ്മള്. ഇപ്പൊ സ്നേഹം, നിങ്ങൾ ഷോർട്സ് ഒക്കെ കണ്ടല്ലോ, സ്നേഹം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഇട്ട് മാന്തും. മുഖം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ് കേട്ടോ. അവിടെ കിഴി വെച്ചു. എന്റെ തേണ്ടി ഇവിടെ പോ നമുക്ക്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പുറത്തോട്ട് പോവാം. ബാക്കി കാണിച്ചിട്ട് കാണാം അല്ലെ. കുറെ വിശേഷങ്ങളുണ്ട്. അതെ, ഇതിനിടയ്ക്ക് ഒരാളെ ജോയിൻ ആക്കണം. ഇപ്പൊ 1:30 ആയിട്ടുള്ളൂ. 3 മണി ആകുമ്പോഴത്തേക്കും അടുത്ത ആള് ജോയിൻ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ പാലൊന്ന് അടിയിലോട്ട് വെച്ചോട്ടെ. യെസ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നേരെ വീഡിയോ. യെസ്, നേരെ വീഡിയോയിലോട്ട് പോകുന്നതാ. ഒരു പരിഷ്കാരി നേരെ വീഡിയോയിലോട്ട് പോകുന്നതാ. ഓക്കെ ഇങ്ങനെ പൊത്ത് ഒന്നുകൂടെ പൊത്തേക്ക്. ആ കുഞ്ഞിപ്പല്ല് നോക്കി. അയ്യ, കോൾഗേറ്റിന്റെ പരസ്യമാണോ ഇത്? അവൾ പപ്പാമേര് നോക്കിയാണ്. പപ്പാമേര് നോക്കുന്ന ഇയാള് പപ്പാമേര് നോക്കുന്ന ഓട്ടമാണേ. മേടിക്കാൻ പോവുള്ളൂ. 5 മുട്ട കേട്ടോ. 5 ലവ് യു പറഞ്ഞു. അപ്പോൾ ഐ ലവ് യു എന്നാണ്. അപ്പേ ടാറ്റ. പാപ്പം കഴിക്കണേ. ടാറ്റ. പാപ്പം കഴിക്കണേ. മോന്റെ പാപ്പ എന്താ? ഓക്കെ ശരി. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടോ. ഞങ്ങള് പോയിട്ട് വരാവേ. ടാറ്റാ. മോൻ വരുന്നുണ്ടോ? ടാറ്റ പോകുന്നുണ്ടോ? വരുന്നുണ്ടോ? ഞാനും അപ്പം മോനും കൂടെ പോകുന്നു. ബാടാ, അമ്മക്ക് പോകാം. ഞാനടക്ക് ബാ. ഈ കൊച്ചവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പൊ പപ്പയെ കൊണ്ടുപോക്കോ. പാപ്പം കൊടുത്ത് ഉറക്കിക്ക് ഇവിടെ കയറ്റി. എന്നാ പിന്നെ നിങ്ങൾ വരുന്നില്ല, ഞാൻ പോയി ഡ്രൈവിംഗ് സീറ്റിൽ പോയി കയറാം. ഇവിടെ വഴി വെച്ചേ. ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോവാണേ. അറിയാമേ. അവിടെ തുറക്കാൻ പറ്റില്ല. എത്തി തുറക്കാൻ. അമ്മ കയറ്റാൻ ബാ. അമ്മ കയറ്റാൻ പോവാ. വണ്ടി കയറ്റാനാടി. എവിടെ ടാറ്റ പോന്നേ? ടാറ്റ. എവിടെ പോന്നേ? ഗോവയ്ക്ക് പോയാലോ? ഈ പരിഷ്കാരി അങ്ങോട്ട് കണ്ണാടി അങ്ങോട്ട് മാറ്റുന്നില്ല. എന്ത് ചെയ്യട്ടെ? ഞങ്ങൾ ടൗണിലൊക്കെ വന്നിട്ട് മാറ്റിക്കാൻ നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല, മാറ്റുന്നേ ഇല്ല കേട്ടോ. കുഞ്ചൂസിന്റെ നമ്മൾ പറഞ്ഞില്ല തുടക്കമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 4 മാസം എടുക്കും അവിടുത്തെ പണി തീരാൻ. അപ്പം 4 മാസമല്ല, മാർച്ചിൽ അടങ്ങുള്ളത്. അപ്പം നമുക്ക് വേറൊരു വഴി നോക്കാം കേട്ടോ. അതിന് പുറം കുഞ്ചൂസിന് ഒരു ചെരുപ്പ് എടുക്കണം. നമുക്ക് പോയി ചെരുപ്പ് എടുത്തിട്ട് നോക്കി എടുത്തിട്ട് വരാം കേട്ടോ. എപ്പോഴും ചെരുപ്പ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഡസ്റ്റിൽ കേട്ടോ ചങ്ങനാശ്ശേരി. അപ്പൊ നമുക്ക് പോയി ചെരുപ്പ് എടുത്തിട്ട് വരാം.
വീഴും കേട്ടോ. അപ്പച്ചെന്തേ? അപ്പച്ചി എന്തെടുക്കോ? വെച്ചോ താടി. ചേച്ചിയെ വിളിക്കാൻ വേണ്ടി ഇന്ന് അനിയത്തിയാട്ടോ വന്നത്. അയ്യേടാ, ഇന്ന് അകത്തോട്ടൊക്കെ കേറിപ്പോയത്, അകത്തോട്ടൊക്കെ കേറിപ്പോയി. ഇതാണിത്, ഇതാണിത്, ഇതാണിത്. ഇതാരാ മോനെ? ചേച്ചി. ചേച്ചിയുടെ പൊന്നാരാ? എന്റെ പൊന്നാണ് വാവേ. പൊട്ടല്ലേ മോനെ? ചേച്ചിയുടെ കണ്ണ്, ചേച്ചിയുടെ പൊന്നാരാ? ആണോ? ഇവള് മോനെ ഇത്ര നേരം ഇല്ലേ കൂടി വെച്ചോണ്ട് ഷോയും കാണിച്ചു നടക്കുമായിരുന്നു. ആ കവലയെ കൂടെ മുഴുവൻ ഭയങ്കര ചോയായിരുന്നു. അവളെനി കയറ്റിപ്പിടിക്കട്ടോ. ഇപ്പൊ ഉമ്മൊന്നും വെക്കണ്ടേ. സൂപ്പർ ചായ അല്ലേ? ഓ അമ്മയുടെ കയ്യിൽ പിടിക്കണം. എവിടെ പോകുന്നു? നിങ്ങൾ നടക്ക്, ഞാൻ പുറകെ വരാവേ. നടന്നോ? എനിക്ക് വഴി അറിയാവടോ. ഓ ഒന്നുമില്ല മോനെ. ആ ഈ ചെരുപ്പ് കുഞ്ചുമ്പോ ഇന്ന് വാങ്ങിച്ചു. ഞാൻ ഇതാണ് വാങ്ങിച്ചു. കേറത്തില്ലല്ലേ? ഏതാണ്ട് ഈ ചേച്ചി കയറാൻ പോന്നുണ്ടോ? കണ്ടോ? ആ ചേച്ചിയുടെ കൈ പിടിച്ചേറ്. കണ്ടോ? 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 അണ്ടി ചേച്ചിമാർ കൈ പിടിച്ച് കയറേ. ചേച്ചി രണ്ട് ഈ കൊച്ചിനെയും കൂടെ ഒന്ന് കൊണ്ടുപോയി. ചേച്ചി ഈ കുട്ടീനെയും കൂടെ ആ ചെല്ല് ചെല്ല്. ആ ചെല്ല് ചെല്ല്. ചേച്ചി പോയപ്പോട്ടെ, ചാടിയാ മതി. ഒന്നും പറ്റത്തില്ല അല്ലേ? സൂപ്പർമാൻ ചാടും. ഇപ്പൊ സൂപ്പർമാൻ പൊങ്ങി പോവേ. ചാടിക്ക് ചാടി വീണേ മോനെ താഴോട്ട്. ഇത്ര നാള് പേടിയായിരുന്നു. ഇപ്പൊ പേടി. വാ ആമിച്ച വാ. ചേച്ചി വരുന്നുണ്ട്. ചേച്ചിയും കയറി ആ വെള്ളം മേടിച്ചു നോക്ക്. ആമി ചേച്ചി ഇങ്ങോട്ട് വാ. ആ ഞാൻ അങ്ങോട്ട് എനിക്കോ. ആ ശരി ശരി. ഓ ഓക്കെ.
നമ്മളെ കാലം അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടാ. എന്തിയെ ചേച്ചി എന്തിയെ? ഇതിനകത്തുണ്ട്. പാടിയൂടെ ചേച്ചി? രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഉടുപ്പൂടെ ഒരുപോലെ ഇട്ടാലും മാറിപ്പോവും പെട്ടെന്ന്. മുട്ടൊക്കെ കുത്തി കേറിപ്പോന്നു. കേറ്, അടുത്ത കാലച്ചോട്ടി കേറി. ആ ചേച്ചിയെ, ആ ചേച്ചി എന്തി? ഇവിടുന്ന് വീടല്ലേ? ഇവക്ക് സ്ലൈഡ് ചെയ്യാനും അറിയത്തില്ല, ഇവക്ക് പേടിയാ. ഇതിലേക്കൂടെ സ്റ്റെപ്പ് കയറിപ്പോ അവക്ക് പേടിയാ. പേടിയാണ്. അപ്പൊ നമ്മള് പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാപ്പി ന്യൂസിന്റെ കാര്യം. അപ്പം മറ്റൊന്നുമല്ല, കുഞ്ചൂസ് തയ്യൽ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് ഏകദേശം അതിന്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളൊരു ഇവിടെ ചാസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ അവിടെ റിനോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതായത് സ്വയം തൊഴിലായിട്ട് അവിടെ എല്ലാവരും അങ്ങനെയാണ് പഠിക്കുന്നത്. സ്ത്രീകൾക്കെല്ലാം ഒരു ഭയങ്കര ഒരു ഉപകാരമായിട്ടുള്ള കാര്യം. ഫീസൊക്കെ കുറവാണ്. അപ്പം പള്ളിയുടെ ഇതാണ് SB കോളേജിന്റെ ഒക്കെ അപ്പുറത്തായിട്ട്, അസംഷന്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പൊ അങ്ങനെ പോയി പഠിക്കാന്ന് വെച്ച്. അപ്പം അവിടെ പണി നടക്കുന്നുണ്ട്. നമ്മള് തുരുത്തിക്കടയിൽ വെച്ച് നമ്മള് മിഷനൊക്കെ എടുത്ത് നമ്മള് തയ്യല് പഠിക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇരുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യം വന്ന് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി പോയി. പക്ഷെ നമ്മൾ അങ്ങനെ നീക്കിവിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെ നീങ്ങി ഇത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വേണം. ഇപ്പൊ നിസ്സാരം നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാനാണെങ്കിലും പുറത്തല്ലേ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ 1000-800 രൂപ കൊടുത്തിട്ടാണ് ഒരു ചുരിദാറാണെങ്കിലും നമ്മൾ തയ്ക്കുന്നത്. റേറ്റ് അല്ല, അറിയാവുന്നവർക്ക് അറിയാം, തയ്ക്കുന്നത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് അത് സ്വയമേ ഒരു തൊഴിൽ പഠിച്ചു വെക്കുവാണെങ്കിൽ നല്ല കാര്യമാണ്. എല്ലാ പെൺകുട്ടികളും പഠിച്ചിരിക്കേണ്ട ഒരു പല കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. വെറുതെ ഒരു തയ്യൽ മാത്രം പഠിച്ചു വെക്കുന്ന മാത്രമല്ല, ഇതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങൾ. പണ്ട് നമ്മൾ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മെഷീൻ വാങ്ങിക്കാൻ വരെ മുൻകൈ എടുത്ത ഞാൻ ഇവിടുന്നത് ഇപ്പൊ വേണ്ടത് ശരിയാവില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു മെഷീൻ എടുക്കുമ്പോ നല്ലൊരു മെഷീൻ തന്നെ എടുത്ത് ചെയ്യാൻ വേണ്ടി 25 രൂപയ്ക്കാവും നല്ലൊരു മെഷീൻ മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും പിന്നെ കുറച്ച് ബേസിക് എനിക്കറിയാം, തുടക്കക്കാരെന്നല്ല എനിക്കറിയാം, തയ്ക്കറിയാം. പക്ഷെ അതാണ് മെയിൻ. നമുക്ക് കട്ടും വെട്ടൊന്നും അറിയത്തില്ല. അതാണ് ഒരു അളവ് തന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ മെഷീൻ ചവിട്ടാൻ ആദ്യം പഠിക്കണമല്ലോ, അതറിയാം. ഇപ്പൊ എല്ലാം ഓട്ടോമാറ്റിക് അല്ലേ, മെഷീൻ ഇതല്ലേ, ചവിട്ടുന്നല്ലോ കൊടുക്കുന്ന. എങ്കിലും അത് കറക്റ്റായിട്ട് കൊണ്ടുപോകണമല്ലോ, അത് ബാലൻസ് ആവണം. അപ്പം എന്തായാലും ആ ഒരു പാതയിലോട്ടുകൂടെ ഇറങ്ങുകയാണ്. സ്റ്റിച്ചിങ്ങിൽ ആ ഒരു ഇതിലൂടെ ഇറങ്ങുകയാണ്. മെയിനായിട്ട് ഇപ്പൊ ഫ്രോക്കുകളും നമ്മുടെ ലക്ഷ്യയുടെ തന്നെ നമ്മളിപ്പോ ഇടുന്നില്ലേ ഡെയിലി വെയർ നൈറ്റീസ് വരും. എന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലേക്കുള്ള കോട്ടൺ ഫ്രോക്കുകളും. കാരണം കോട്ടൺ ഫ്രോക്കുകൾ നമ്മുടെ ഷോപ്പിൽ വരുന്നത് ഏറ്റവും വളരെ മോശമായിട്ടുള്ളത് എവിടെ നിന്നാണെങ്കിലും കിട്ടുന്നുള്ളൂ. അത് പ്രൈസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമുക്കൊരു കസ്റ്റമറിന് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കോട്ടണൊക്കെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലും. പിന്നെ സ്വയമേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തയ്ക്കാനായിട്ടും പറ്റണം. അതാണ്. അപ്പൊ അങ്ങനെ ചാസിൽ തന്നെ പഠിച്ചിറങ്ങിയ ആള് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സിന്ധു ചേച്ചിയാണ് കേട്ടോ. അതായത് നമ്മൾ പണ്ട് നമ്മുടെ തുരുത്തിക്കടവിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന 2 നില വീട് ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും. അവിടെ തൊട്ടിപ്പുറത്ത് നമ്മൾ തയ്ക്കാൻ കൊടുത്തോണ്ടിരുന്ന ചേച്ചിയാണ് സിന്ധു ചേച്ചി. നമുക്ക് കടയിലോട്ട് ഓണത്തിന്റെ ഡ്രസ്സുകളെല്ലാം തയ്ച്ച, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എല്ലാം തയ്ച്ച ചേച്ചിയാണ്. മെറ്റീരിയൽ എടുത്തു കൊടുത്ത് തയ്പ്പിച്ച് നമ്മൾ സെയിൽ ചെയ്ത്. അതെ, അപ്പം ചേച്ചിയാണ് കുഞ്ചൂസിന്റെ ഗുരുവാണ് ചേച്ചി. അപ്പൊ ഇനിയിപ്പോ ഡെയിലി എല്ലാ ദിവസവും പോയി പഠിക്കണം. അങ്ങനെ അപ്പൊ ചേച്ചിക്ക് ഒരു ചെറിയൊരു വരുമാനം ആകുമല്ലോ.
അപ്പൊ അങ്ങനെ വിചാരിച്ചേട്ടോ ഞങ്ങള്. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പം പഠിക്കും അന്ന് അവിടുത്തെ ആവശ്യം ഇപ്പൊ അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. പക്ഷെ അത് നടന്നില്ല. കടയിൽ നമ്മൾ കൂടുതൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രീ ആയി, കുറെ കാര്യങ്ങൾ ഫ്രീ ആയി, കുറെ കാര്യങ്ങൾ പകല് കുറച്ച് ടൈം ഉണ്ട്. റാമിയെ വിട്ട് കഴിയുമ്പോ ടൈമിൽ ആ ടൈമിൽ പോയിട്ട് ചേച്ചിയുടെ ടൈം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു കണ്ടിന്യൂസ്ലി ഒരു കോഴ്സ്, അതായത് ഒരു 6 മാസം അടുപ്പിച്ച് പോകാൻ പറ്റുന്ന സാഹചര്യം. കാരണം ഇവിടെ ഇപ്പൊ അമ്മ ഇപ്പൊ നടന്നു തുടങ്ങിയിട്ടുള്ളൂ. ഫുള്ളിട്ട് എറിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പണ്ടത്തെ നേരത്തോടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം 2-3 മണിക്കൂർ മാറ്റി വെച്ച് 2-1 മണിക്കൂർ നമുക്ക് ഓരോ ദിവസം നമുക്ക് പറ്റുന്ന സമയം വെച്ചിട്ട് പോകാൻ പറ്റും ചേച്ചിയുടെ അടുത്താകുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ക്ഷീണമുണ്ട് നന്നായിട്ട്. പിന്നെ ഇപ്പൊ ഒന്ന് പുറത്ത് വെയിലത്തേക്ക് പോയിട്ട് വന്നതിന്റെ പിന്നെ ചുമ അങ്ങോട്ട് മാറുന്നില്ല. ഭയങ്കര മഞ്ഞ ചുമയാണ്, തല പറഞ്ഞു പോകുന്നത്, തലവേദന ഭയങ്കരമായിട്ട്. അതായത് എന്റെ കണ്ണിങ്ങനെ ചുമച്ചു കണ്ണിങ്ങനെ ഇരിക്കുന്നത്. പിള്ളേർ വന്ന് എൻജോയ് ചെയ്യാം, അവർക്കൊരു എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടി ഇപ്പൊ കൊണ്ടുപോയാണ് പാർക്കിലൊക്കെ. കാരണം എപ്പോഴും ഇതിനകത്ത് തന്നെ അടച്ചു പിള്ളേരിക്കില്ല ഒരിക്കലും. കാരണം അവരുടെ ഒരു കുറച്ച് ഒന്ന് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണേ, ഒന്ന് പുറത്തിറങ്ങി ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളായിട്ട് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് കുറച്ച് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ വേണം. നല്ല ഇതാണ്, ആക്റ്റീവാണ്. ഇല്ല അങ്ങനെ പുറത്തിറങ്ങി അമിച്ച കരഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അമിച്ച വരത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞ് വീട്ടിൽ പോയി ഡാങ്കൂട്ടനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിപ്പോ കൊണ്ടുവന്നാണ്. ലച്ചു നല്ല ഉറക്കമായി. ആമിച്ചിന് ഇനി ഉറങ്ങി എണീക്കണം. ഇനിയിപ്പോ നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും കടയിലോട്ട് പോകണം. പിന്നെ നാളെ തൊട്ട് കുഞ്ചൂസ് സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം. എല്ലാവരുടെയും അനുഗ്രഹം. അതെ. അപ്പം എന്തായാലും നമ്മള് തയ്യലൊക്കെ പഠിക്കുന്നതും മെഷീൻ മേടിക്കുന്നതൊക്കെ പിന്നീട് കാണാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമ്മള് പണ്ടത്തെ പോലെ നമ്മള് എടുത്തിയാടി ഒരു കാര്യം. ഇപ്പൊ നേരത്തെ ആണ് ഞാൻ എല്ലാം ചാടി കയറി അങ്ങ് മേടിക്കും. ആരും പറഞ്ഞ കേൾക്കില്ലായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒത്തിരി പറഞ്ഞു. ഇപ്പഴാ ശരിക്കും ഞാൻ പറയുന്നത് ഒത്തിരി കേൾക്കുന്നത്. ഞാൻ കയറിയാണ്, ഞാൻ അഭിപ്രായം നോക്കത്തില്ലായിരുന്നു. ഞാൻ കയറി അങ്ങ് മേടിക്കും. പക്ഷെ നമുക്ക് ഒരു ഉപകാരം ഇല്ലാണ്ടായി പല കാര്യങ്ങളും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണ്ട, എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ഇപ്പം പോകുന്നതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. അങ്ങനെ കേട്ടോ. അപ്പൊ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മെഷീനൊക്കെ നമുക്ക് മേടിക്കാം. ചേച്ചി അവിടെ മേടിച്ചത് 25 രൂപയുടെ മെഷീൻ അല്ലേ? പിന്നെ ഒരു വലിയൊരു ചേച്ചി ആ മെഷീൻ മേടിച്ചപ്പോഴത്തേക്കും ചേച്ചിക്ക് ഇതിട്ട EMI ഇട്ടിട്ടാണ്. അപ്പം ചേച്ചിക്ക് നമ്മൾ കടയിലോട്ട് തയ്യലിന് തന്നെ ചേച്ചിക്ക് 10,000 രൂപ അടുത്ത് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് പകുതി പൈസയോളം മെഷീന്റെ പകുതി പൈസയോളം EMI നമ്മുടെ അന്ന് ആ തയ്യലുള്ളതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയത് ഭയങ്കര ഉപകാരമായിരുന്നു ചേച്ചി. അത് തന്നെയല്ല, അമ്മയ്ക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി കംപ്ലൈന്റ് ഇല്ല വന്നു. അമ്മയ്ക്ക് തയ്ക്കാൻ അറിയില്ല. അമ്മ പക്ഷെ ഇങ്ങനെ തയ്ക്കാൻ പരിശ്രമിച്ച് ആ മെഷീൻ ഫുള്ളും പോയി. മെഷീനല്ലേ ചേച്ചി എടുത്തേ, സന്ധി ചേച്ചി എടുത്തോട്ടോ. അതാ ഞാൻ പറയാൻ വന്നത്. സന്ധി ചേച്ചി തന്നെ എടുത്തു. സന്ധി ചേച്ചി വന്ന് ചോദിച്ച് ചേച്ചി തന്നെ എടുത്തു. ചെറിയ പൈസ ചേച്ചി കൊടുക്കാറുണ്ട്. ചേച്ചി എടുത്തത് സാധാ മെഷീൻ. അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ ഓർമ്മയുണ്ട്. ശരിയാ, ഞാൻ കൊണ്ട് കൊടുത്തത് മറന്നു പോയിട്ട് ഇത്ര നാളെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് പോകുന്നു. അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വേണം. ഇനി നമുക്ക് ഒന്ന് കുളിച്ചിട്ടൊക്കെ കടയിലോട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു ഓൾ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്ത ദിവസങ്ങൾ വരാം. വലിയ കണ്ടൻസ് ഉണ്ടാവത്തില്ല. നമ്മുടെ ഡെയിലി വിശേഷങ്ങൾ എന്താണോ അതൊക്കെ. അതെ. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതിനിടയ്ക്ക് അതായത് നിങ്ങള് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓടി നടപ്പിലാണ്. അപ്പൊ അതൊരു സമയം, അതായത് നമുക്ക് അതുകൊണ്ട് സമയപരിമിതി ഉണ്ട് ഒരുപാട്. അപ്പം ഡെയിലി ഇനിയിപ്പോ ഷോർട്സ് ഇപ്പൊ രണ്ട് ഷോർട്സ് ഇട്ടല്ലോ. അതേപോലെ നമ്മൾ മാക്സിമം എല്ലാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ പോകും കേട്ടോ, ഉറപ്പായിട്ടും. അതേപോലെ തന്നെ പോകാം ഉറപ്പായിട്ടും. കാരണം ദൈവം നമുക്ക് അനുഗ്രഹിച്ച ആരോഗ്യം, ആയുസും സമയം എല്ലാം തന്നാല് അതെ. ഇപ്പൊ നമ്മള് പനി വന്നാൽ മൈൻഡ് ചെയ്യുന്നില്ല. അത് ആരും പിള്ളേരാണെങ്കിൽ പോലും പിള്ളേരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ആശുപത്രി കൊണ്ടുപോകും പിള്ളേരെ, മരുന്നങ്ങ് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അവര് പനി വന്നാലും ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല, അവര് ഓടി നടക്കും പരിപാടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പനി വന്നപ്പോഴത്തേക്ക് എനിക്ക് പേടി, ദൈവമേ നമ്മുടെ കാര്യം നമ്മൾ ഒന്ന് ആക്റ്റീവായി വരുമ്പോഴത്തേക്കും നമ്മളെ അവിടെ പനി വരുമ്പോൾ തീരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും നല്ല ശീലമായതുപോലെ സ്കൂളിൽ കണ്ടിന്യൂസ്ലി എല്ലാരും കണ്ടിന്യൂസ്ലി അവരുടെ സ്കൂളിൽ എപ്പോഴും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. യെസ്, ടാറ്റ.